ചലച്ചിത്ര രംഗത്ത് വിതരണക്കാരും പ്രദർശനക്കാരും നിർമ്മാതാക്കളും തമ്മിൽ എന്നും തർക്കത്തിന് വഴിവെച്ചിട്ടുള്ള ഒരു പ്രധാന വിഷയം DCR എന്ന ദൈനംദിന വരവ് പട്ടികയാണ്. ഈ ഒരു സീല് കാണുന്നുണ്ട്. ഈ സീൽ എന്താണ്? അതായത് നമ്മളിപ്പോൾ സാധാരണ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 1 തൊട്ട് 1 ലക്ഷം വരെ ടിക്കറ്റാണ് മിക്ക തിയേറ്ററുകളിൽ അടിക്കാറ്. അപ്പോൾ ഈ ടിക്കറ്റ് മുൻകൂറായി കോർപ്പറേഷനിൽ കൊണ്ടുപോയി എൻ്റർടൈൻമെൻറ്റ് ടാക്സ് അടച്ചതിന് ശേഷം മാത്രമേ നമുക്കത് തിയേറ്ററിൽ വിതരണം ചെയ്യാൻ പാടുള്ളൂ. വിൽക്കുന്ന ടിക്കറ്റിൻ്റെ കണക്ക് DCR എന്ന് പറയുന്നതിലേക്ക് എഴുതും. അതെ, ഇതാണ് DCR. ഇതിലിപ്പോൾ 3 കോപ്പി ഉണ്ട്. ഇതിൽ വെള്ള കോപ്പി ഡിസ്ട്രിബ്യൂട്ടർക്കുള്ളതാണ്, ഒറിജിനൽ. അത് കഴിഞ്ഞ് ഈ ഒരു ചുമപ്പ് കോപ്പി ഉള്ളത് കോർപ്പറേഷനിൽ. അവർക്ക് ടിക്കറ്റും ഇതോട്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇത് നമ്മൾ സൂക്ഷിക്കും, തിയേറ്ററുകാരെ സൂക്ഷിക്കും. അപ്പം ഇതിൽ ഉണ്ടാവുക ഓരോ ഷോയ്ക്കും എത്ര ടിക്കറ്റ് ഏതൊക്കെ ക്ലാസ്സിൽ വിറ്റു എന്നുള്ളത്. അതെ. പിന്നെ തലേ ദിവസത്തെ ഇത് ക്യാരി ഫോർവേഡ് ഇതിൽ വരും. അപ്പോഴതിൻ്റെ ടോട്ടൽ കിട്ടുള്ളൂ. ഓരോ ദിവസത്തെ നെറ്റ് കൂട്ടി വരില്ല. ഈ DCR എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടിക്കറ്റ് സീൽ ചെയ്യാൻ പോകുമ്പോൾ ഈ 100 രൂപയുടെ ഒരു ടിക്കറ്റിൻ്റെ വില എന്നുണ്ടെങ്കിൽ അതിൽ 2 രൂപ കുറച്ച ശേഷം 98 രൂപയിൽ 20% എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ആയിട്ട് കോർപ്പറേഷൻ എടുത്തതിന് ശേഷമുള്ള തുകയാണ് ഈ നെറ്റ് എന്ന് പറയുന്നത്. ഈ നെറ്റ് കളക്ഷനിലാണ് പിന്നെ പെർസെൻറ്റേജ് അങ്ങോട്ട് കൊടുക്കണം. ഡിസ്ട്രിബ്യൂട്ടർക്ക് ഇത്ര %, എക്സിബിറ്റർക്ക് ഇത്ര %. ഒരു മാസം എന്ത് കറണ്ട് ബില്ല് വരും? കറണ്ട് ബില്ല് ഓരോ പടത്തിൻ്റെ ഒരു ലെങ്ത് അനുസരിച്ചൊക്കെ അതിൻ്റെ കൺസംഷൻ കൂടും. ആവറേജ് ഒരു 2 ലക്ഷം രൂപയൊക്കെ വരും. ഓരോ ദിവസത്തെയും DCR എന്ന ഡെയിലി കളക്ഷൻ റിപ്പോർട്ട് പ്രദർശനക്കാർ വിതരണക്കാർക്ക് കൈമാറുന്നതാണ് നിലവിലെ രീതി. ഈ നടപ്പ് രീതിയിൽ ധാരാളം ക്രമക്കേടുകൾ നടക്കുന്നുവെന്ന് പലപ്പോഴും പരാതി ഉണ്ടാകാറുണ്ട്. മേലിൽ ഇത്തരം തർക്കങ്ങളും ക്രമക്കേടുകളും ഒഴിവാക്കാനും സർക്കാർ വിഹിതത്തിൽ കുറവുണ്ടാകാതിരിക്കാനുമായി മാർച്ച് 31 മുതൽ ഒരു പുതിയ ടിക്കറ്റിംഗ് സംവിധാനം സർക്കാർ ഏർപ്പെടുത്തുകയാണ്. ടിക്കറ്റ് കംപ്ലീറ്റ് മെഷീനിലേക്ക് മാറുകയാണ്. അപ്പോൾ സാധാരണക്കാർക്ക് റിസർവേഷൻ പറ്റും. ഇൻ്റർനെറ്റ് വഴി മറ്റ് റിസർവ് ചെയ്യാൻ പറ്റും. കേരളത്തിലെ ഏത് തിയേറ്ററുകളിലകത്തെ സീറ്റിംഗ് കപ്പാസിറ്റിയുടെ അളവെല്ലാം കറക്റ്റ് കൃത്യതയോടെ നമ്പർ വരെ മാർക്ക് ചെയ്തിട്ട് നമ്പർ വരെ നമുക്ക് നെറ്റ് വഴി റിസർവ് ചെയ്യാം. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റിസർവ് ചെയ്യാം. അപ്പോൾ ടിക്കറ്റ് മെഷീനോടൊപ്പം തന്നെ ആ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ബാർകോഡ് ടിക്കറ്റാണ് വരുന്നത്. കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളിലേക്കുള്ള ടിക്കറ്റ് തിരുവനന്തപുരത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു സെർവറിൽ നിന്നാണ് പ്രിൻ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ത്രിതല പഞ്ചായത്തിനുള്ള എൻ്റർടൈൻമെൻറ്റ് ടാക്സ് കൃത്യമായ കണക്ക് അറിയാൻ പറ്റും. ഒരു സിനിമയുടെ കൃത്യമായ കണക്ക് വരവ് ടിക്കറ്റ് കളക്ഷൻ എത്രയാണെന്ന് വളരെ കൃത്യതയോടുകൂടി അതിൻ്റെ പ്രൊഡ്യൂസർക്ക് അറിയാൻ പറ്റും, ഡിസ്ട്രിബ്യൂട്ടർക്ക് അറിയാൻ പറ്റും. അപ്പോൾ സിനിമയുടെ ഒരു പ്രതിസന്ധി ഒരു 65% ഇത് തരണം ചെയ്യും. കള്ളക്കണക്കുകൾ, ടാക്സ് വെട്ടിപ്പുണ്ടെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാവുകയാണ്. വളരെ സുതാര്യത വരെയാണ്. പിന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അടുത്ത ഘട്ടത്തിൽ ഇത് ടിക്കറ്റ് മെഷീൻ വന്നു കഴിഞ്ഞാൽ ഒരു സിനിമാ കാർഡ് ഉദ്ദേശിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് 1000 രൂപയുടെ ഒരു പ്രീപെയ്ഡ് കാർഡ് വാങ്ങി വയ്ക്കുകയാണ്, ഡെബിറ്റ് കാർഡ് പോലെ. ഈ കാർഡ് ഏത് തിയേറ്ററിൽ കൊണ്ടുപോയാലും അത് സ്വൈപ്പ് ചെയ്തിട്ട് സിനിമയ്ക്ക് കയറാം. 5 പേർക്ക് ഒരുമിച്ച് പോവുകയാണെങ്കിൽ അത് സ്വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതെല്ലാം ഒരു ബാങ്കിനെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സംവിധാനം അങ്ങനെയാണ്. തിയേറ്ററിൽ നിന്ന് കളക്ഷൻ ബാങ്കിൻ്റെ ആൾക്കാർ കളക്ട് ചെയ്യും, ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. ഈ അക്കൗണ്ടിൽ നിന്നും മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്ത് ടാക്സുകൾ കൃത്യമായ തീയതിയിൽ അവരുടെ അക്കൗണ്ടിലേക്ക് പോകും. അതുപോലെ പ്രൊഡ്യൂസർ നൽകുന്ന അക്കൗണ്ടിലേക്ക്, ഡിസ്ട്രിബ്യൂട്ടർ നൽകുന്ന അക്കൗണ്ടിലേക്ക് പോകും. അപ്പോൾ അത്തരത്തിൽ വളരെ ഒരു സുതാര്യമായ ഒരു മോഡേൺ ഫെസിലിറ്റി. പക്ഷേ ഇന്ത്യയിൽ തന്നെ ഒരു സ്റ്റേറ്റിൽ പൂർണ്ണമായും ഇത് നിർബന്ധിതമാക്കുന്നത് കേരളത്തിലായിരിക്കും. ഈ സംവിധാനം നിലവിൽ വരുന്നതോടെ ദൈനംദിന വരവ് പട്ടികയിലെ പാകപ്പിഴകൾ അവസാനിക്കുമെന്നും സർക്കാരിന് ലഭിക്കുന്ന ടാക്സ് ഇനത്തിൽ ഗണ്യമായ മാറ്റമുണ്ടാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. ചലച്ചിത്ര വ്യവസായത്തിനു തന്നെ ഈ പുതിയ സംവിധാനം ഒരു കൈത്താങ്ങാകുമെന്ന് പരക്കെ അഭിപ്രായമുണ്ട്. കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ടിക്കറ്റിംഗ്, ഒരു ടിക്കറ്റ് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷോ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ എത്ര ടിക്കറ്റ് പോയിരുന്നു, എത്രയാണ് പ്രൊഡ്യൂസറുടെ ഷെയർ എന്നും ഡിസ്ട്രിബ്യൂട്ടറുടെ ഷെയർ എത്രയാണെന്നുള്ളതും പഞ്ചായത്തിലേക്കുള്ളതും ഇതെല്ലാം കാണിച്ചുള്ള ഒരു മെസ്സേജ് ടിക്കറ്റ് ക്ലോസ് ചെയ്താൽ 30 മിനിറ്റിനകം പ്രൊഡ്യൂസർക്ക് കിട്ടും, ഡിസ്ട്രിബ്യൂട്ടർക്ക് കിട്ടും, തിയേറ്റർ ഓണർക്ക് കിട്ടും, ആ പഞ്ചായത്തിന് കിട്ടും, ഇവിടുത്തെ ക്ഷേമനിധി ബോർഡിലും വരും. അപ്പോൾ അതാണ് ഇതിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാരണം ഓരോ ദിവസം കഴിയുമ്പോഴും കറക്റ്റായിട്ടുള്ള മെസ്സേജസ് ഈ പറയുന്ന ഈ 5-6 വിഭാഗങ്ങൾക്ക് കിട്ടും. പിന്നെ ടിക്കറ്റ് ഇല്ലാതെ കയറുമോ അല്ലെങ്കിൽ ഈ നമ്പർ 2 DCR വരേണ്ട ഗതികേടൊന്നും വരില്ല. അപ്പോൾ കളക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഷെയർ കൂടി കിട്ടും.